ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് വെനസ്ഡേ മോർണിംഗ്. കഴിഞ്ഞ ഒരു റീലിൽ ഞാൻ പറഞ്ഞിരുന്നു രാവിലെ എണീറ്റ് ഇപ്പോൾ കുരിശൊക്കെ വരയ്ക്കുന്നുണ്ട്, കാലിലെ ഒരു സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് എടുക്കാനെന്ന്. പക്ഷേ എൻ്റെ കള്ളഭക്തി പിടിക്കപ്പെട്ടു, കാലിൽ ഇൻഫെക്ഷനായി. ഇപ്പോൾ ലേശം പഴുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഡ്രസ്സ് ചെയ്യാൻ പോകണം. മുൻപ് 3 ദിവസത്തിലൊരിക്കലാണ് ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് ഒരു ദിവസം ഇടവിട്ടായി. ഞങ്ങളുടെ സോഡിയാക് സൈൻ പ്രകാരം ഞാൻ ലിയോയും ആലൻ പൈസസുമാണ്. പക്ഷേ സിംഹം ഞാനാണെന്ന് എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ആലൻ്റെ കപ്പിൽ, മീനിൻ്റെ പടമുള്ള കപ്പിലാണ് എനിക്ക് കാപ്പി കിട്ടാറുള്ളത്. എണീറ്റ് വന്നപ്പോൾ അലപ്പപ്പയെ വീട്ടിൽ കാണാത്തതിൻ്റെ വിളിയാണത്. ഉപ്മാവിൻ്റെ പ്ലേറ്റ് കൊണ്ടുവന്ന് തന്നപ്പോൾ അമ്മ കാപ്പിക്കപ്പ് എടുത്തുകൊണ്ട് പോയതിനാണ് മമ്മയുടെ ചായ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞത്. പിന്നെ ആലൻ എത്തി. ഇനിയിപ്പോൾ എനിക്കങ്ങനെ ശല്യമൊന്നും ഉണ്ടാവത്തില്ല, ആലൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ടാബ്ലറ്റ് കഴിച്ചു. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ടാബ്ലറ്റ് എടുക്കുന്നത്, ആദ്യം വെള്ളം, പുറകെ ടാബ്ലറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ വർക്കിംഗ് അവേഴ്സാണ്. ലീവായിട്ട് വീട്ടിലാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് സമയം പോയി കിട്ടുമല്ലോ. ഒരു ദിവസം ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ മുഴുവൻ സെറ്റും ഞാൻ ടൈപ്പ് ചെയ്ത് തീർക്കും. ഈ 4 ചുവരിനുള്ളിൽ സമയം പോകാനായിട്ട് പിന്നെ ആകെയുള്ള ഒരു ആശ്രയം നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോ ഒക്കെയാണ്. ഏതെങ്കിലും ഒരു ഹൊറർ, ത്രില്ലർ പടമൊക്കെ തപ്പിപ്പിടിച്ചിരുന്ന് കാണും. എന്താണെന്ന് അറിയത്തില്ല, ഓൾ ദോസ് മൂവീസ് ഫെയിൽസ് ടു എൻ്റർടൈൻ മീ. കുറേ കഴിയുമ്പം മടുക്കും. ചോറിൽ നിന്ന് മോരും ഉണക്കനെത്തോലി മുളകിട്ടതും പിന്നെ ഉണക്ക ചെമ്മീൻ തക്കാളി ഇട്ട് വഴറ്റിയതൊക്കെ ആയിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെയാണ് ഞാൻ ഈ പിറക്കി തിന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മേലെ പോയി കടലൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ആകെയുള്ളത് ഈ ഒരു ജനലാണ്. ഇവിടെ കുറച്ച് ബഫല്ലോ ഗ്രാസും പിന്നെ ഒരു ചെറിയ ഗാർഡൻ്റെ ഒറ്റക്കുറ്റപ്പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. ഊണ് കഴിഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന മൂവി എങ്ങനെയും കണ്ടു തീർക്കാമെന്ന് വെച്ചിട്ടാണ് കിടന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു റൂമിലായതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് കടിയും കേട്ടോ. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റു. ബാക്കി ആൾക്കാർ എണീറ്റ് വരുന്നതേ ഉള്ളൂ. കട്ടൻ ഞാൻ തന്നെ ചൂടാക്കി എടുത്തു കേട്ടോ. നേർച്ച കിട്ടിയ 2 ബന്നും കൊണ്ട് ലില്ലിയമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചായക്ക് കടിയായി. എന്തൊക്കെയായിരുന്നു? പഴംപൊരി, കിണ്ണത്തപ്പം, ഷാർജ, പവനായി, അങ്ങനെ ശവമായി. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ എണീറ്റ്. കാലം നല്ല വേദന എടുക്കും കേട്ടോ, ഇത്തിരിയൊക്കെ കുന്തി തുടങ്ങുമ്പോൾ. പോരാത്തതിന് നീരും വരും. ഒന്ന് ഫ്രഷായി നമുക്കിന്ന് ഡ്രസ്സ് ചെയ്യാൻ പോകേണ്ട ദിവസമാണ്. അങ്ങനെ ഞാനും അലനുമായിട്ട് നമ്മുടെ ഡോക്ടറുകളുടെ വീട്ടിലേക്ക് പോവാണ്. ചെറിയ മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. തീരദേശ റോഡിൻ്റെ വികസനത്തിൻ്റെ എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. ഒന്ന് പാളിയാൽ താഴെ കല്ലിൻ്റെ പുറത്ത് കിടക്കും. അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ നേരെ ഡോക്ടറുകളുടെ വീട്ടിലെത്തി. കുറച്ചടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. കൺസൾട്ടിങ് ടൈം കഴിയാറായതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. അല്ലാത്തപ്പോൾ നമ്മൾ ഒരുപാട് നേരം ക്യൂ നിൽക്കണം. സ്റ്റിച്ചിൻ്റെ പച്ചപ്പൊന്നും വിട്ടിട്ടില്ല. ഇൻഫെക്ഷൻ ഇപ്പോൾ ഉള്ളതുകൊണ്ട് വൂണ്ടിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് ഞെക്കൊക്കെ കിട്ടി. സ്വർഗം മാമ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഈ ലൈൻ മാറി കിടക്കുന്ന ചവിട്ടുപൊടികളൊക്കെ എനിക്ക് കാണുമ്പോൾ എന്തോ പോലാണ് കേട്ടോ. അതൊക്കെ എൻ്റെ ഒറ്റക്കാലം കൊണ്ട് നേരെയാക്കിയിട്ടിട്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കുകയാണ് വൈകുന്നേരത്തത്. വേദനയുടെ ടാബ്ലറ്റ് രാവിലെയും രാത്രിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പറ്റുന്നത്ര നേരത്തെ എടുക്കും, വേദനയൊന്ന് കുറഞ്ഞിരിക്കാനായിട്ട്. പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ നാത്തൂനായിട്ട് കത്തി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന പക്കാവട എടുത്ത് തീർത്തു. പിന്നെ അമ്മയെടുത്ത് പറഞ്ഞിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കി മേടിച്ചു. എഗ്ഗ് ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളൂല്ലോ. നാളെ കാണാം.